കഴിഞ്ഞ കുറച്ച് ദിവസമായി എല്ലായിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അങ്ങ് ഡൽഹിയിൽ നടക്കുന്ന സമരമാണ് അല്ലേ. നമ്മുടെ നാട്ടിലുള്ള പല സെലിബ്രിറ്റീസും ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് സമരം, എന്തിനാണ് സമരം എന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് അറിയാം. ഇനി തീരെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ മാസം നമ്മുടെ ഇന്ത്യയിൽ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റീവ് എക്സാം ആയിട്ടുള്ള നീറ്റ് എക്സാം. 20 ലക്ഷത്തോളം കുട്ടികളാണ് ആ എക്സാം അറ്റൻഡ് ചെയ്തത്. പക്ഷേ എക്സാം നടത്തിയ ഗവൺമെന്റിന്റെ വീഴ്ച കാരണം ആ എക്സാമിന് ചോദ്യ പേപ്പർ ചോർന്നു എന്നുള്ളതാണ്. അതോടെ പിന്നീട് എന്ത് സംഭവിച്ചു, ആ എക്സാം വീണ്ടും റീകണ്ടക്ട് ചെയ്തു. എന്തായാലും ഇങ്ങനെ റീകണ്ടക്ട് ചെയ്തതോടെ അതിന് സമ്മർദ്ദം താങ്ങാനാവാതെ 20ഓളം കുട്ടികൾ ജീവൻ ഒടുക്കി എന്നുള്ളതാണ്. അതിന് പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജും സോനം വാങ്ചുക് എന്ന് പറയുന്ന വ്യക്തിയും ഈ നീറ്റ് എക്സാം കാരണം ആത്മഹത്യ ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ഇവര് നിരാഹാര സമരം സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ 20ഓളം ദിവസം ഈ പറഞ്ഞ സോനം വാങ്ചുക് എന്ന് പറയുന്ന വ്യക്തി ഡൽഹിയിലെ ജന്തർ മന്ദിർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിരാഹാരം ഇരുന്നു. അതിന് പിന്നാലെ എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളാകുന്നു എന്ന് കണ്ടതോടെ പോലീസ് ബലമായി വന്ന് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. ഇത് വൻ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായി. ഇത് കണ്ട ഇന്ത്യൻ ജനത വെറുതെ ഇരുന്നില്ല. ഇന്ത്യയിലെ നാനാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി. അവർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. ഈ സമരത്തിന് പിന്നാലെ പോലീസ് സമരത്തിന് വന്ന ആളുകൾക്ക് ലാത്തിചാർജ് നടത്തുകയും അത് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു എന്നുള്ളതാണ്. പോലീസിന്റെ ലാത്തിചാർജ് കാരണം ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെയാണ് നിലവിൽ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും പോലീസ് സമരം ചെയ്യാൻ വന്നവർക്കെതിരെ ആക്രമണം അയച്ചുവിടുന്ന സമയത്ത് അവിടെ കേരളത്തിൽ നിന്നുള്ള രഞ്ജിനി ഹരിദാസും അർജുൻ എംപിയും അതുപോലെ തന്നെ ദിയാ സേനയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരുടെ അനുഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാനുള്ള ചാൻസ് കുറവാണ്, കാരണം വളരെ കുറച്ച് റീച്ച് മാത്രമേ ആ വീഡിയോക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. സാധാരണ നമ്മുടെ ചാനലിൽ വെറുതെ ഒരു വീഡിയോ ഇട്ടാൽ പോലും 30K 40K മിനിമം കിട്ടുന്ന ഒരു ചാനലാണ് നമ്മുടേത്. നമ്മുടെ ചാനൽ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാക്കും. അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് വളരെ ഡീറ്റെയിൽഡ് ആയി പഠിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് പോലും ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ എനിക്ക് കിട്ടിയ റീച്ച് എത്രയാണെന്ന് അറിയാം, 19K വ്യൂസ്. എന്തേ കാരണം, ആളുകൾക്ക് ഈ ടോപ്പിക്സ് കാണാനൊന്നും വലിയ താല്പര്യമില്ല. എല്ലാവർക്കും താല്പര്യം സോഷ്യൽ മീഡിയയിൽ ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്ന പോലെ പരദൂഷണ കണ്ടന്റുകളൊക്കെ കാണാനാണ് താല്പര്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അത്തരം കണ്ടന്റുകളിൽ നമുക്ക് സ്റ്റിക്കും ചെയ്യേണ്ടി വരുന്നത്. എത്രയൊക്കെ സോഷ്യൽ റെലവന്റ് കണ്ടന്റുകൾ ചെയ്യാമെന്ന് വെച്ചാലും കാണാൻ ആളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതിൽ എന്താണ് കാര്യം? അല്ലെ, എന്റെ കൺസേൺ ഞാൻ ഇടയിൽ കൂടെ പറഞ്ഞെന്നുള്ളത് കേട്ടോ. എന്താണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഡൽഹിയിലെ സമരത്തെ കുറിച്ചാണ്. കഴിഞ്ഞ 2-3 ദിവസമായി ഡൽഹിയിലെ സമരം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ അക്രമാസക്തമായ രീതിയിലായിരുന്നു ആ സമരം നടന്നുകൊണ്ടിരുന്നത്. സമരക്കാർ പാർലമെന്റിന്റെ പരിസരത്ത് ഇരച്ചു കയറുന്നു, പോലീസുകാർ അവരെ ലാത്തിചാർജ് നടത്തുന്നു, പല രീതിയിലും സമരക്കാരെ അടിച്ചോടിക്കുന്നു. ഇതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു കഴിഞ്ഞ 2-3 ദിവസത്തോളം. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതെല്ലാം ഒന്ന് തണുത്തു തുടങ്ങി കേട്ടോ. ആക്രമണങ്ങളെല്ലാം കുറഞ്ഞു, കുറച്ചും കൂടി സമാധാനപരമായ രീതിയിലേക്ക് ഇപ്പൊ സമരം എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ന്യൂസ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ വലിയ ആക്രമണങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. വളരെ സമാധാനപരമായിട്ടുള്ള സമരങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ആക്രമണങ്ങളെല്ലാം കുറഞ്ഞെന്ന് കണ്ടതോടെ സമരമുഖത്തേക്ക് കുറച്ച് ജെൻസി പൂക്കികൾ തലപൊക്കി തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് സമരമുഖത്ത് സജീവമായി കാണാൻ പറ്റുന്ന കാഴ്ച എന്താണെന്ന് അറിയോ? ജെൻസി പൂക്കികളുടെ റീൽസ് ആണ്. ഇവര് റീൽസ് എടുത്ത് മറ്റും സമരങ്ങൾ അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. ചില റീൽസ് ഒക്കെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്തോന്നടെ ഇത്, ഇവര് സമരം ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോയത് എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി എന്നുള്ളതാണ്. ഒരു റീൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ ഇരിക്കണം, ഇതിനൊക്കെ എന്തോന്ന് പറയാനല്ലേ. ഇനിയിപ്പോ ഞാനൊരു 90 കിഡ് ആയതിന്റെ പ്രശ്നമാണോ അതോ ജെൻസി പിള്ളേർ കുറെ മുന്നോട്ട് പോയതിന്റെ പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തോ ഇതൊക്കെ കാണുന്ന സമയത്ത് അങ്ങോട്ട് ദഹിക്കാൻ പറ്റാത്ത പോലെ. കാരണം നമ്മൾ ഇത്രയും കാലം കണ്ടു ശീലിച്ച സമരങ്ങളൊന്നും ഇങ്ങനെയല്ലല്ലോ. ഇതിനു മുമ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല സമരം ചെയ്യാൻ പോയ ആൾക്കാർ ഈ സമരമുഖത്ത് നിന്ന് റീൽസ് എടുക്കുന്നൊന്നും. ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിന്റെ പ്രശ്നമായിരിക്കും അല്ലേ, ഇനി അങ്ങോട്ട് ശീലായിക്കോളൂ. എന്തായാലും കഴിഞ്ഞില്ലേ, നമുക്ക് അടുത്ത റീലൊന്ന് കണ്ടോക്കാം. എങ്ങനെ ഇരിക്കുന്നു, പോലീസുകാർ ഓടിക്കുന്ന സമയത്ത് ഒരുത്തരം അവിടുന്ന് സബ്വേ സർഫ് കളിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ. പക്ഷെ ഇത്തരം വീഡിയോസ് ഒക്കെ അതിന്റെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് അറിയോ, കമന്റ് ബോക്സിൽ ഇവർക്ക് നല്ല ഊക്കായിരിക്കുന്നതാണ്. പക്ഷെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയ സമയത്ത് എന്താണ്, ഫുള്ള് ഇവർക്ക് സപ്പോർട്ട്. ജെൻസി പിള്ളേർ കിടിലമാണ്, ജെൻസി പിള്ളേർ അടിപൊളിയാണെന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് ഫുള്ള് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാലം മാറുന്നു എന്നതിന്റെ തെളിവാണ് ഇതെന്ന് പറയാതെ വയ്യ. പിന്നെ അതൊക്കെ നോർത്ത് ഇന്ത്യയിലെ പിള്ളേരാണല്ലോ. അവിടെ പിന്നെ പണ്ട് തൊട്ട് ഇതൊക്കെ തന്നെയാണുള്ള അവസ്ഥ. ടിക്ടോക്ക് ഉണ്ടായ കാര്യം തൊട്ട് നോർത്ത് ഇന്ത്യയിലെ പിള്ളേർ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അർജു പണ്ട് ഇവരൊക്കെ റോസ്റ്റ് ചെയ്ത് വിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും നോർത്ത് ഇന്ത്യ അല്ലേ, അവരിങ്ങനെയൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വിട്ട് കളഞ്ഞതായിരുന്നു. പക്ഷെ എന്റെ ചിന്തകൾക്ക് വിപരീതമായിട്ട് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല മക്കളെ, കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സും ഇത്തരം റീലുകൾ ചെയ്യുന്നതിൽ ഒട്ടും പിറകിലല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സമരത്തിന് വേണ്ടി പങ്കെടുക്കാൻ പോയ റെന ഫാത്തിമ എന്ന് പറഞ്ഞ എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ചെയ്തൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. Let's get ready with me to go to my first ever protest. If you're going for a protest, the first thing you need is a spine, because most of our celebrities don't have one. I'm wearing a very comfortable black and white outfit. The black represents our dark future.
future. And this white represent our government. I mean, they don't care. They don't care about the future. And they are diminishing the thing called democracy. Anyways, their future is bright and secure if they don't care about us. Some perfume. I'm fixing my hair because my hair can be fixed, but never the government or people's mindset. I'm also carrying this. Okay, I'm all done. See you at the protest. വിചാരിച്ച പോലെ ഒന്നല്ല, ഇവിടെ ഫുൾ പോലീസ് ആകട്ടോ. ഓക്കെ, ഇതാണ് റെനെ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത്. ഇത് പിന്നെ നമുക്ക് സഹിക്കാം. കുറച്ചൊക്കെ വൃത്തിയിലും വെടുപ്പിലാണ് റെനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ബോറായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ വേറെ എടുത്ത് ചെയ്തൊരു വീഡിയോ ഉണ്ട്, എന്റെ മക്കളെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ആരാണെന്നല്ലേ, മെഹർ ഫാത്തിമ എന്ന് പറയുന്ന മറ്റൊരു ഇൻഫ്ലുവൻസർ. നമുക്ക് എന്തായാലും പുള്ളിക്കാരിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. I'm going for the protest today and let's see what's in my bag. Pesa, koda, cap, sunscreen jacket for sure, sunglasses, tanni, Pepper spray, just in case. It's definitely going to be a peaceful protest. Just in case. Self-protection is not a harm. Bye. എങ്ങനെ ഇരിക്കുന്നു? സമരം ചെയ്യാൻ പോണതിന് മുന്നേ മറ്റാളെ വക വാട്സ് ഇൻ മൈ ബാഗ് ഒക്കെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഉള്ളത് പറയാലോ, എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം രീതികളൊന്നും നമ്മൾ കണ്ട് ശീലിക്കാത്തത് കൊണ്ടാവാം. ഇത്രയും കാര്യം നമ്മൾ കണ്ട സമരങ്ങൾ എന്തൊക്കെയാണ്? വളരെ സീരിയസ് ആയി സമരങ്ങൾ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് അല്ലേ? പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇവരുടെ രീതികൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരം പോലും 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തൊരു സമരമാണ്. പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സമരമാണ്. ഇവിടുത്തെ ഗവൺമെന്റിനെതിരെയുള്ള സമരമാണ്. അവിടെ പോലും ഇവര് വളരെ ആയിട്ടും റീൽസ് എടുത്തുമൊക്കെയാണ് ഈ സമരങ്ങൾ ആഘോഷിക്കുന്നത്. സമരം നടത്തുന്നു എന്ന് പറയുന്നതിന് പകരം സമരം ആഘോഷിക്കുന്നു എന്ന് തന്നെ ഇതിന് പറയേണ്ടി വരും. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും എനിക്കിവിടെ റന ഫാത്തിമയോടും മെഹറിനോടും ഒരു കാര്യത്തിലുള്ള റെസ്പെക്ട് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സമരം ഡൽഹിയിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അവരവിടെ എത്തിച്ചേർന്നല്ലോ. നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം അവരവിടെ പോയി സാധിച്ചല്ലോ. അതിനെ എനിക്ക് ഇവരോട് തീരാത്ത റെസ്പെക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഇവരെ വല്ലാണ്ട് ഊക്കാതെ സംസാരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. സമരമുഖത്തെത്തിയ മെഹർ അവിടെ നിന്നും അടുത്തൊരു റീലും കൂടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതൊന്നും കണ്ടോക്കാം. ശരി, നന്നായിട്ടുണ്ട് മെഹറെ. ഇനി അവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. അല്ല, അതിനു വേണ്ടിയില്ല കഷ്ടപ്പെട്ട് ഇങ്ങനെ ഫോണൊക്കെ പൊക്കി പിടിച്ച് വീഡിയോ എടുത്തത്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിയിച്ചതിൽ ഒരുപാട് നന്ദി. ഞാൻ മെഹറിന്റെ അടുത്ത വീഡിയോ ഒന്ന് കണ്ടോക്കാം. There is such a man in Russia long ago. He was big and strong, in his eyes of flaming gold. Most people look at him with terror and with fear. എന്തോന്നോടെ ഇത്? ഇവിടെ സമരത്തിന് പോയതാണോ അതോ ഉത്സവത്തിന് പോയതാണോ? അതിൽ അറിയാത്തോണ്ട് ചോദിക്കാണ്. അതിൽ എനിക്ക് മെഹറിന്റെ വീഡിയോ കാണുന്ന സമയത്ത് എന്തോ അവൾ ഉത്സവത്തിന് പങ്കെടുക്കാൻ പോയ പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഉള്ളത് പറയാലോ, മെഹറിന്റെ വീഡിയോ കാണുന്ന സമയത്ത് അങ്ങോട്ട് പോകാൻ പൂതിയാവാണ്. കാരണം നിങ്ങൾ നോക്കി, ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നു, അവിടെ പോയി ചിരിച്ചുകൊണ്ട് സെൽഫി എടുക്കുന്നു, ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കാണിക്കുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് ആർക്കാണ് അവിടെ പോകാനും കൊതിയാവാതിരിക്കുക? നിങ്ങൾ തന്നെ പറ. എന്തായാലും മെഹർ നല്ല രീതിയിൽ സമരം എൻജോയ് ചെയ്തെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ പിള്ളേർ ഓരോരോ പാഷന്. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തതിന് പിന്നാലെ മെഹറിന് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു കേട്ടോ. അതിന് പിന്നാലെ മെഹർ ഇതിനൊരു വിശദീകരണവുമായി രംഗത്ത് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഇപ്പൊ ഒരു കാക്കന്റെ വീഡിയോ കണ്ടു. ഞാൻ രാവിലെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോനെ പുള്ളി ട്രോളുന്നു. ഒന്നും സംസാരിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പറയും നിങ്ങൾ നട്ടലില്ലാത്ത ഇൻഫ്ലുവൻസർ ആണെന്ന് പറയും. എന്തെങ്കിലും സംസാരിച്ചാൽ പറയും ഇവള് റീച്ചിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയും. എന്തൊക്കെയാണ് എന്റെ ബാഗിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് റീലാണ് കേട്ടത്. അത് പ്രൊട്ടസ്റ്റിന് പോകുന്ന ആൾക്കാർക്ക് അറിയാം അത് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന്. കാരണം അതിനകത്താണെങ്കിൽ കണ്ണട ആയിക്കോട്ടെ, സൺസ്ക്രീൻ ജാക്കറ്റ് ആയിക്കോട്ടെ, അവിടെ പ്രൊട്ടസ്റ്റിന് ഇറങ്ങണവർക്കറിയാം അവിടെ എത്രത്തോളം പൊടി ഉണ്ടെന്നും എത്രത്തോളം നമ്മുടെ കണ്ണും മുഖത്തോട്ടും വായിലോട്ടൊക്കെ പൊടി അടിച്ച് കയറുന്നു. ഞാൻ ഇത് പോയിട്ടുള്ള ഒരാളാണ്. എന്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ എത്ര ആൾക്കാർ എനിക്ക് മെസ്സേജ് എന്ന് പറയും. കാരണം വെള്ളമാണെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതാ, പക്ഷെ വെള്ളമാണെങ്കിൽ അത് കൊണ്ടുപോയി അത്രയും ഉപകാരപ്പെട്ടു. കാരണം ആ സമയത്ത് നമുക്കാണെങ്കിൽ അത്രയും കൺജസ്റ്റഡ് ആയിരിക്കും, നമുക്ക് വെള്ളം കുടിക്കാൻ തായിരിക്കും. നിങ്ങളോ ചെയ്യുന്നില്ല, ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് നിങ്ങൾ കുറ്റം പറയുന്നത്? എനിക്ക് അവിടെ പോയിട്ട് അവിടെ വന്നിട്ട് ഇടിയും തള്ളും കൊണ്ട് എനിക്ക് വലിയ സുഖമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ നിങ്ങൾ പറയുന്ന റീച്ച് എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, നമ്മൾ ഈ BJP പറ്റിയിട്ട് ഓരോ വീഡിയോ ഇടുമ്പോൾ നമുക്ക് അത്രയും നെഗറ്റീവ് കമന്റ്സും അത്ര അൺഫോളോ ആയി വരുന്നത്. നമ്മൾ ക്രിയേറ്റേഴ്സ് ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും ആ ഒരു പ്രൊട്ടസ്റ്റിന് ഇറങ്ങുവാണെങ്കിൽ അത് ആസ് എ ക്രിയേറ്റർ നമുക്ക് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഏതൊരാൾ എന്ത് ചെയ്താലും അത് കുറ്റം മാത്രം പറയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അതൊക്കെ ശരി തന്നെയാണ് മെഹർ. പക്ഷെ മെഹറിന്റെ അവസാനം പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഏത് നീ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തത് കാരണം, പ്രൊട്ടസ്റ്റിന് വേണ്ടി സംസാരിച്ചത് കാരണം നിനക്ക് കുറെ അൺഫോളോ വന്നു എന്ന് പറഞ്ഞത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. മേ ബി ഈ പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ച് നീ സംസാരിച്ചതും പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തതുമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തത് കാരണം ഒരു 10-15 സംഖ്യകൾ നിന്നെ അൺഫോളോ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതിന് പകരം 10,000-ഓളം ആളുകൾ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടാകും, ഉറപ്പാണ്. കാരണം ഇന്ത്യയിലെ 75% ആളുകളും ഈ സമരത്തോട് അനുകൂലിക്കുന്നവരാണ്. ബാക്കി വരുന്ന 25% ആളുകളെ പ്രതികൂലിക്കുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ വീഡിയോ കാണുന്ന 75% ആളുകൾ നിന്നെ ഫോളോ
ഫോളോ ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കാരണം നിനക്ക് കുറെ അൺഫോളോ വന്നെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിവിടാൻ നിൽക്കല്ല മോളെ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ഇത് കാരണം നിനക്ക് നല്ല റീച്ചും ഫോളോവേഴ്സും കിട്ടിയിട്ടുണ്ട്. അത് നീ എത്ര നിഷേധിച്ചാലും സത്യം അതാണ്. പിന്നെ നീ ഡൽഹി വരെ പോയി ഇത്തരം ഒരു സമരത്തിൽ പങ്കെടുത്തത് കൊണ്ട് അതിന്റെ റെസ്പെക്ട് എനിക്ക് നിന്നോട് മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇല്ലെങ്കിൽ 2 വർത്തമാനം ഞാൻ കൂടുതൽ പറഞ്ഞേനെ. പിന്നെ അതിന്റെ ഇടയ്ക്ക് നീ ഒരു കാര്യം കൂടി പറഞ്ഞില്ല മെഹറെ, ഞാൻ വാട്സ് ഇൻ മൈ ബാഗ് ചെയ്തത് സമരത്തിൽ ഒരുപാട് പേര് പങ്കെടുക്കാൻ വരും, അവർക്ക് ഉപകാരത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നൊക്കെയുള്ളത്. ശരിയാണ്, നിന്റെ വാട്സ് ഇൻ മൈ ബാഗ് കാണുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അത് കാരണം ഗുണമുണ്ടായേക്കാം. പ്രത്യേകിച്ച് സമരത്തിന് പോകുന്ന ആളുകൾക്ക് അത് കാരണം അതിന്റെ ബെനിഫിറ്റ് കിട്ടിയേക്കാം. പക്ഷെ എന്ന് കരുതി ഇത്തരം ഒരു സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് അതിന്റേതായ രീതികളുണ്ട് അല്ലേ? നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് വീഡിയോകൾ ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെ ഒരു സമരത്തിന് പോകുമ്പോൾ ചുമ്മാ ഫണ്ണി റീൽ പോലെ വാട്സ് ഇൻ മൈ ബാഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ പിടിച്ചിട്ട് വെക്കും. അതിന് പകരം നിനക്ക് സീരിയസ് ആയിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് പറയാം, ഞാൻ സമരത്തിന് പോവുകയാണ്, ഇനി സമരത്തിന് അങ്ങോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇന്ന സാധനങ്ങൾ കയ്യിൽ കരുതുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അവിടെ കിട്ടിയെന്ന് വരില്ല എന്നുള്ള രീതിയിൽ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിനക്ക് ഇപ്പോഴുള്ള സപ്പോർട്ടിനേക്കാളും 100 സപ്പോർട്ട് കിട്ടിയാണ്. പക്ഷെ അതിന് പകരം നീ ചെയ്തെന്താണ്, ഒരു ഫണ്ണി റീല് പോലെ അങ്ങോട്ട് സാധനം പഠിച്ചു വിട്ട്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത്ര അമർച്ചം വരാനും നിന്റെ വീഡിയോക്ക് താഴെ നെഗറ്റീവ് കമന്റ് ഇടാനുള്ള കാരണം. മനസ്സിലായോ? ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇനി റെന ഫാത്തിമയും ഇതേപോലെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും റെന ഫാത്തിമക്ക് പറയാനുള്ള എന്താണെന്ന് കേട്ടോക്കാം. ഞാനിപ്പം പ്രൊട്ടസ്റ്റിന് പോയി വന്ന് ഇപ്പോഴാണ് ഞാൻ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു കാര്യം കാണുന്നത്, ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടാക്കിയത് കണ്ടന്റിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട്. ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ചില ആൾക്കാരുടെ മൈൻഡിൽ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അത് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ള രീതിക്കാണ്. ഈ പ്രൊട്ടസ്റ്റിന് ഷോപ്പ് ചെയ്ത 99% ആൾക്കാരും ജെൻസീസ് ആണ്, സ്റ്റുഡൻസ് ആണ്. സോ ദിസ് ഈസ് അവർ വേ ഓഫ് പ്രൊട്ടസ്റ്റിംഗ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് അൺസീരിയസ് ആയിരിക്കാം, പക്ഷെ നമ്മളിങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ എന്റെ വീഡിയോസ് തന്നെ ഒരുപാട് പേര് കണ്ടിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ഇത് എവിടെയാണ് പ്രൊട്ടസ്റ്റിന് പോയത്, എനിക്കും വരണമെന്ന്. എത്ര പേര് അവിടെ ഷോപ്പ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഗവൺമെന്റ് കൺസേൺ ആവും ഇത്രയും ആൾക്കാർ ഇതിനെ പറ്റി സ്പീക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ വെച്ചിട്ട്. ആൻഡ് യു നോ വാട്ട്, എന്തേലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴും ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇപ്പോഴും വായയിൽ പഴയുള്ള ആൾക്കാരെ ഇതുവരായിട്ട് ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അവർ മിണ്ടാതെ നിൽക്കാണ്, ദേ ആർ സ്റ്റേയിങ് സൈലന്റ്. ആരാണ് അവർ പേടിക്കുന്നത്, ഏത് ഗവൺമെന്റിനാണ് അവർ പേടിക്കുന്നത്? പക്ഷെ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന, ഈ വീഡിയോ കണ്ട ആരെങ്കിലൊക്കെ ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരെ. എന്തായാലും ഈ കണ്ടന്റ് ചെയ്യാതെ തന്നെ എനിക്ക് ആവശ്യത്തിന് അധികം റീച്ച് ഉണ്ട്. ഇനിയിപ്പോ ഇത് ചെയ്തിട്ടേ എനിക്ക് റീച്ച് കിട്ടുള്ളൂ എന്നില്ല, പക്ഷെ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു നഗ്ന സത്യം പറയാം, ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്താൽ ഫോളോവേഴ്സിനെക്കാളും കൂടുതൽ വരെ അൺഫോളോവേഴ്സ് ആണ്. ആൻഡ് എന്റെ അക്കൗണ്ട് വരെ അടിച്ചു പോകുന്ന കാര്യമാണ്, ബിക്കോസ് ഐ എം സ്പീക്കിംഗ് അഗേൻസ്റ്റ് ദ ഗവൺമെന്റ്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു. മെഹർ പറഞ്ഞ അതേ നായകനെ തന്നെയാണ് ഇവിടെ റനയും നിരത്തിയിട്ടുള്ളത് അല്ലെ? ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ ഫോളോവേഴ്സിനേക്കാളും കൂടുതൽ അൺഫോളോ ആണ് വരുന്നത് പോലും. ഒലക്കാണ്, നല്ല ഫോളോവേഴ്സ് കയറുകയും ചെയ്യും, നല്ല റീച്ച് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അത് വിടുമോളെ. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നീ ഡൽഹിയിൽ പോയി സമരത്തിൽ പങ്കെടുത്തല്ലോ, അതിന് എന്റെ വക ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ. എനിവേ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കെടുപ്പ് വശം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു പുതിയൊരു യുഗത്തിന്റെ തുടക്കമാണെന്നുള്ളതാണ്. ഇനിയുള്ള കാലങ്ങളിൽ സമരങ്ങളിൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നമ്മൾ. ഒരു പക്ഷെ ഇതിനൊക്കെ നാളെ നമ്മൾ എതിർത്ത് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ആളുകൾ പഴഞ്ചരെന്ന് വിളിക്കും. കേട്ടില്ലേ, ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. അതാണ് അവസ്ഥ. അപ്പൊ ആ ലോകം മാറുമ്പോഴും നമ്മൾ അതിനനുസരിച്ച് മാറേണ്ടി വരും. ഇല്ലെങ്കിൽ നാളെ നമ്മളും അമ്മാവന്മാരും അമ്മായിമാരായിട്ട് മാറും. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി അങ്ങോട്ട് എന്ത് സമരങ്ങൾ നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കപ്പെടാണെങ്കിലും അത് ജസ്റ്റ് സമരം എന്നതിനപ്പുറത്തേക്ക് ഒരു കണ്ടന്റ് ക്രിയേഷനും കൂടി ആയി മാറും എന്നുള്ളതാണ്. പലരും അത് വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ്. അതിന്റെ ഒരു തുടക്കമായി മാത്രം ഇതിനൊക്കെ കണ്ടാൽ മതി. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും റീച്ചിന് വേണ്ടി ഒന്നും ചെയ്യാതെ തന്നെ സമരത്തിൽ പോയി പങ്കെടുത്ത പല സെലിബ്രിറ്റീസും ഇതേപോലെ പഴി കേൾക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇവരെ പോലെ ഇതേമാതിരി സമരത്തിൽ പങ്കെടുക്കാൻ പോയ മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു, പ്രിയ വാര്യർ. പുള്ളിക്കാരൻ അവിടെ സമരത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് ഒരു വീഡിയോ പോലും എവിടെയും അപ്ലോഡ് ചെയ്തിട്ടില്ല. അവിടെ ചെന്ന് സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നു. പക്ഷെ അവിടേക്ക് പോയ സമയത്ത് നമ്മുടെ നീലക്കുയിലുകാരെന്താക്കി, പുള്ളിക്കാരെ അവിടെ വെച്ച് കണ്ടു. എന്നിട്ട് അവിടുന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിന് പ്രിയ വാര്യർ മറുപടി കൊടുക്കുകയും ചെയ്തു. ഞാൻ ആണെങ്കിൽ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സപ്പോർട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വരുന്നത്. ഒബ്വിയസ്ലി സപ്പോർട്ട് തന്നെയാണ്. ഇന്ത്യ ഡെമോക്രസി ഇന്ത്യ എന്ന് തോന്നുന്നുണ്ടോ? ഡൽഹി അടക്കം സംഭവം ക്വസ്റ്റ്യനബിൾ ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരെ എന്താ പറയാ വായടപ്പിക്കാനാണ് എല്ലാവരും നോക്കുന്നത്, വിച്ച് ഇസ് നോട്ട് ദ റൈറ്റ് വേ ടു ഗോ അബൌട്ട് ഇറ്റ്. അതാണ്, പുള്ളിക്കാര് സമരത്തിൽ പങ്കെടുക്കാൻ വന്നു. അവിടുന്ന് പുള്ളിക്കാരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് പുള്ളിക്കാർ മറുപടി പറഞ്ഞ് തിരിച്ചു പോയി. പക്ഷെ ഇങ്ങനെ ചെയ്തെങ്കിൽ കൂടിയും ഇതിനെ കമന്റ് ബോക്സിൽ ആളുകൾ പറയുന്നത് എന്താണെന്ന് അറിയാം. ഞാൻ ചിലത് വായിച്ചുതരാം. ഓൾ ഫോർ സിനിമ ചാൻസ്. എന്ത് സമരത്തിൽ പങ്കെടുക്കാൻ വന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? ഇതൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ ഉളയും അവിടെ എത്തിയോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു കണ്ടന്റ് ക്രിയേഷൻ പോലും ചെയ്യാതെ മാന്യമായി സമരത്തിൽ പങ്കെടുത്ത് വന്ന ആളാണ്. ഇവരെ കുറിച്ച് പോലും ആളുകൾ പറയുന്നത് റീച്ചിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ രഞ്ജിനി ഹരിദാസ്, പുള്ളിക്കാരി ഡൽഹിയിൽ പോയ സമയത്ത് അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം റീൽ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല മീഡിയാസിന് മുന്നിൽ വന്ന് പുള്ളിക്കാരി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്ന ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. കഞ്ചാവ് കിട്ടാഞ്ഞിട്ട് ഡൽഹിയിൽ പോയ മുതലേ കേരളത്തിൽ തൂഫാൻ ആയതുകൊണ്ട് സാധനം കിട്ടാനില്ല, അതുകൊണ്ട് ഡൽഹിയിലേക്ക് വിട്ടുപിടിച്ചു.
ഇവൾക്കുള്ള പണി പിറകെ വരും, പൈസ കൊടുത്താൽ നീ എന്തും ചെയ്യും. ഇങ്ങനെ നീളുന്ന കമന്റുകൾ. ഇങ്ങനെ കമന്റ് ഇടുന്നവരോടൊന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കമന്റ് ഇടുന്നവരിൽ കുറേയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ സംഘീയ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. ഇവിടുത്തെ സെലിബ്രിറ്റീസ് ഒക്കെ അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കാണുന്ന സമയത്ത് അവർക്ക് ഒട്ടും പിടിക്കില്ലല്ലോ. അതുകൊണ്ട് അവരിങ്ങനെ കമന്റ് ബോക്സിൽ ഒന്ന് ഓരോന്ന് പറയുന്നു. അങ്ങനെ കണ്ടാൽ മതി. എന്തായാലും എന്തൊക്കെ കാണിച്ചിട്ടായാലും സമരം വിജയിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. അവസാനം ഒരെണ്ണത്തിന് റീച്ചും ഫോളോവേഴ്സും കിട്ടിയത് മെച്ചം, സമരം എങ്ങോട്ടും എത്തിയതുമില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.